നമസ്കാരം. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ബഹുമാന്യനായ ഡോക്ടർ വി ജോയി ചെയർമാനായിട്ടുള്ള 3 അംഗ കമ്മീഷനാണ് നിലവിൽ വന്നിരിക്കുന്നത്. 3 മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പരിഗണനാ വിഷയങ്ങൾ എന്ന് നിർവചിക്കുന്ന ഒരു സർക്കാർ ഉത്തരവ് വന്നിരിക്കുകയാണ്. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഇന്ന് വർക്കിംഗ് ക്ലാസ് പ്രതിപാദിക്കുന്നത്. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ധനകാര്യ വകുപ്പിൻ്റെ സീക്രട്ട് സെക്ഷനിൽ നിന്നും വന്നിരിക്കുന്ന ഈ ജിയോയുടെ നമ്പർ GOMS നമ്പർ 37/2026, ഡേറ്റഡ് 5/3/2026 ആണ്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ അവരുടെ പരിഗണനാ വിഷയങ്ങളാക്കേണ്ട സംഗതികൾ ഓരോന്നോരോന്നായി ഇവിടെ പറയുകയാണ്. ഇനി പറയുന്ന വിഭാഗം ജീവനക്കാരുടെ ശമ്പളവും അലവൻസുകളും പുതുക്കി നിശ്ചയിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതാണ് ഈ പേ റിവിഷൻ കമ്മീഷൻ്റെ പ്രധാനമായ ഉത്തരവാദിത്വം. അതിൽ ഏതൊക്കെ വിഭാഗം ജീവനക്കാരാണ് ഉൾപ്പെടുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്ന്, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളിലെ പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർ, കാഷ്വൽ സ്വീപ്പേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജീവനക്കാരും ഉൾപ്പെടുന്നുണ്ട്. അടുത്തത്, സർക്കാർ വിദ്യാലയങ്ങൾ, എയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ പാർട്ട് ടൈം ജീവനക്കാർ, കാഷ്വൽ സ്വീപ്പേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജീവനക്കാരുടെയും. അതിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവരുണ്ട്. UGC AICTE സ്കീമിലുള്ള ജീവനക്കാർ, അവരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ സ്കെയിൽ ഓഫ് പേ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജുകളിലെ ടീച്ചിങ് സ്റ്റാഫ്, ജുഡീഷ്യൽ ഓഫീസർമാർ എന്നിവരെയും ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ലോക്കൽ ബോഡീസിലെയും യൂണിവേഴ്സിറ്റികളിലെയും AICTE UGC സെൻട്രൽ സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ള ജീവനക്കാർ ഒഴികെയുള്ള മറ്റു ജീവനക്കാർ, അപ്പോൾ AICTE UGC സെൻട്രൽ സ്കീമിലൊക്കെ ഉള്ളവരെ ഒഴിവാക്കി മറ്റു ജീവനക്കാർ, ഇവിടുത്തെ ലോക്കൽ ബോഡീസിലെയും യൂണിവേഴ്സിറ്റികളിലെയും അത്തരം ജീവനക്കാർ. പിന്നെയുള്ളത് മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് എംപ്ലോയീസ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുപോലെ തന്നെ പോസ്റ്റ് അണ്ടർ വേരിയസ് ഗ്രാൻഡ് ഇൻ എയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള. ഇത്രയും വിഭാഗം ജീവനക്കാരുടെ ശമ്പളവും അലവൻസുകളും പരിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ സർക്കാരിന് സമർപ്പിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തതായിട്ടുള്ളത്, ഈ പറഞ്ഞ വിഭാഗം ജീവനക്കാർ, ഇപ്പോൾ മുകളിൽ പറഞ്ഞ വിഭാഗം ജീവനക്കാരുടെ ഹയർ ഗ്രേഡ് ഉൾപ്പെടെയുള്ള പ്രൊമോഷണൽ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വേണമോ, അല്ലെങ്കിൽ അങ്ങനെ പ്രൊമോഷൻ ലഭിക്കുമ്പോൾ പരിഷ്കരിക്കേണ്ടതായിട്ടുള്ള ശമ്പളം, അലവൻസുകൾ എന്നിവയുടെ ഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ? ഉദാഹരണമായിട്ട് ഇപ്പോൾ നിലവിലുള്ള ഹയർ ഗ്രേഡ് നമുക്കറിയാം 8 വർഷം, 15 വർഷം, 22 വർഷമൊക്കെയാണ്. ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണോ? 8 വർഷം എന്നുള്ളത് 7 വർഷമായി കുറയ്ക്കണോ? 15 എന്നുള്ളത് 16 ആക്കണമോ? അപ്പോൾ പല അവസരങ്ങളിലും ഇതുപോലെ ഹയർ ഗ്രേഡിൻ്റെ സമയം കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഹയർ ഗ്രേഡിന് എന്തെങ്കിലും സമയവ്യത്യാസം, അതുപോലെ തന്നെ പ്രൊമോഷന് ആവശ്യമായ റേഷ്യോകളിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇവരുടെ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടേണ്ടതാണ്. അതുപോലെ ദീർഘകാലമായി എൻട്രി കേഡറുകൾ തന്നെ തുടരുന്ന ചില ഗസറ്റഡ്, നോൺ ഗസറ്റഡ് തസ്തികകളുണ്ട്. അങ്ങനെ ദീർഘകാലത്തേക്ക് എൻട്രി കേഡറിൽ തുടരുന്ന ഗസറ്റഡ്, നോൺ ഗസറ്റഡ് തസ്തികകളിലെ വിവിധ വിഭാഗം ജീവനക്കാർക്ക് ഗസറ്റഡ്, നോൺ ഗസറ്റഡ് കാറ്റഗറി വ്യത്യാസമില്ലാത്ത രീതിയിൽ നോൺ കേഡർ സ്ഥാനക്കയറ്റം ഏർപ്പെടുത്തുന്നതിൻ്റെ സാധ്യതയും ഈ കമ്മീഷന് പരിശോധിക്കാവുന്നതാണ്. പെൻഷനായവരുടെ, സർവീസ് പെൻഷനേഴ്സിൻ്റെ ബെനിഫിറ്റുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ? ഇപ്പോൾ പെൻഷനായി നിൽക്കുന്ന ജീവനക്കാരുടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അലവൻസുകളിലോ മറ്റോ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ആ നിർദ്ദേശവും ഈ കമ്മീഷന് സർക്കാരിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ നിലവിൽ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിന് ലഭിക്കാത്തതുമായ ചില ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കൂടി ലഭ്യമാക്കാൻ കഴിയുന്നതിൻ്റെ സാധ്യതയും പരിശോധിക്കുകയും അതിൻ്റെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ പേ റിവിഷനിൽ വന്നിട്ടുള്ള ഏതെങ്കിലും അനോമലീസ് അഥവാ അപാകതകൾ, ആ അപാകതകൾ പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും ഈ കമ്മീഷന് സമർപ്പിക്കാവുന്നതാണ്. സിവിൽ സർവീസിൻ്റെ നിലവിലുള്ള കാര്യക്ഷമത, അതുപോലെ സാമൂഹിക ഉത്തരവാദിത്വം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക. അതുപോലെ തന്നെ സിവിൽ സർവീസിനെ കൂടുതൽ ജനസൗഹൃദമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. അത്തരം നിർദ്ദേശങ്ങളും ഈ പേ റിവിഷൻ കമ്മീഷന് സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തൊഴിലിടങ്ങളിൽ വനിതാ ജീവനക്കാർ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. അവ പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുക.
എന്തെങ്കിലും കമ്മിറ്റികൾ പുതുതായി രൂപീകരിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഈ പരാതി പരിഹരിക്കുന്നതിനുള്ള സെല്ലുകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ ഓരോ വകുപ്പ് അടിസ്ഥാനത്തിലും നിർമ്മിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ. അത് വിവിധങ്ങളായ വകുപ്പുകൾക്ക് വിവിധങ്ങളായ രീതിയിലായിരിക്കും ചിലപ്പോൾ ആ നിർദ്ദേശങ്ങൾ ഉണ്ടാവുക. അത്തരം നിർദ്ദേശങ്ങൾ വനിതാ ജീവനക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഈ പേ റിവിഷൻ കമ്മീഷൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ പെടുന്ന ഒന്നാണ്. പ്രൊമോഷൻ, ഗ്രേഡ് ഇവയൊക്കെ വരുമ്പോൾ ശമ്പളം ഫിക്സ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കടമ്പയുണ്ട്. ഈ ശമ്പളം ഫിക്സ് ചെയ്യുന്നതിന് കൂടുതൽ ലളിതമായ രീതികൾ അവലംബിക്കുന്നതിന് വേണ്ടി ജീവനക്കാരെ പ്രാപ്തരാക്കുക. ഇത്തരത്തിലുള്ള ശമ്പളം ഫിക്സ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കി മാറ്റുക, അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നത് ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. ഏത് രീതിയിലാണ് ഫിക്സ് ചെയ്യുന്നത്, ഇപ്പോൾ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം ആവശ്യമാണോ, അതിന് കുറച്ചുകൂടി ലളിതമായ ഏതെങ്കിലും മാർഗം അവലംബിക്കേണ്ടതുണ്ടോ, ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതും ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ പരിഗണനാ വിഷയത്തിൽപ്പെടുന്ന ഒന്നാണ്. ഇനിയുള്ളത് ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ശുപാർശകൾ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത, അത് എത്ര വരുമെന്ന് ഒന്ന് വിലയിരുത്തുക, അതിനാവശ്യമായ കാൽക്കുലേഷൻസ് നടത്തുക. ഇത്തരം കാൽക്കുലേഷൻ നടത്തുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള മെത്തേഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ശുപാർശയോടൊപ്പം സമർപ്പിക്കുക. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിന്റായി പറഞ്ഞിരിക്കുന്നത് 3 മാസത്തിനകം ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇതിൻ്റെ വിത്ത് എഫക്റ്റ് ഡേറ്റ്, അതായത് എന്ന് മുതലാണ് ഈ പുതിയ ശമ്പളം വരേണ്ടത്, 1/7/2024 മുതൽ പുതിയ ശമ്പളം. കാരണം നമുക്കറിയാം 2019 അവസാനമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്. അതിനുശേഷമുള്ള 5 വർഷങ്ങൾ കഴിഞ്ഞ് 2024 ജൂലൈ 1 മുതൽ ഈ പുതിയ ശമ്പളം നിലവിൽ വരണം. ചുരുക്കി പറഞ്ഞാൽ പുതിയ ശമ്പളത്തിൻ്റെ വിത്ത് എഫക്റ്റ് ഡേറ്റ് 1/7/2024 ആയിരിക്കും എന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അധികം വൈകാതെ തന്നെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഒരു ഓഫീസ് ഓപ്പൺ ചെയ്യുകയും വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ആ വെബ്സൈറ്റിൽ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഓരോ കാറ്റഗറിക്കും അവരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കേണ്ട നിർദ്ദേശങ്ങൾ അത് സർവീസ് സംഘടനകൾക്കും ജീവനക്കാർക്കുമൊക്കെ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി അറിയാൻ കഴിയുന്നത്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളെല്ലാം കൂടി അവർ കേട്ട് ചർച്ച ചെയ്തായിരിക്കും അവസാനം ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ടാണ് ഇനി അധികാരത്തിൽ വരുന്ന മന്ത്രിസഭ പരിഗണിക്കുകയും അത് ഓർഡറാക്കി പുതിയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുകയും ചെയ്യുന്നത്. വളരെ വേഗം തന്നെ ശമ്പള പരിഷ്കരണ കമ്മീഷന് പുതിയ ശമ്പളവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയട്ടെ. അതിലൂടെ നമുക്കെല്ലാവർക്കും അധികം താമസിയാതെ തന്നെ ഈ പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള ശമ്പളം വാങ്ങാനും കൂടി സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ പരിഗണനാ വിഷയങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അറിയിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.